baby skin safe dresses. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന വയനാട് നിയോജക മണ്ഡലത്തിലടക്കം ആശയക്കുഴപ്പം. 28-ന് വണ്ടൂരിൽ നടത്താനിരുന്ന കൺവെൻഷൻ മാറ്റിവെച്ചു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി വരില്ലെന്ന് ഉറപ്പായിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് നേതൃത്വം. ഇതിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അതിനും സാധ്യത കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് യാതൊരു ഉറപ്പുമില്ലെന്ന് മലപ്പുറം DCCയും പറയുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും ആലപ്പുഴയിലെ സിറ്റിംഗ് MPയുമായ KC വേണുഗോപാൽ വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ടി സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ലെന്നാണ് DCC പ്രസിഡന്റ് VV പ്രകാശ് പറയുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം, ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരുമ്പോഴേ വല്ലാത്തൊരു നിരാശ പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. മലപ്പുറം ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്ന UDFന് കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് പാർലമെന്ററി മണ്ഡലത്തിലാണ്. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകരുടെ വലിയ ഉത്സാഹത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, പാർട്ടി പ്രവർത്തകർ ഇന്നലകളിൽ കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നൊരു കാഴ്ചയുണ്ടായി. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം, ഉടനെ തന്നെ ഇനി താമസിപ്പിക്കരുത് എന്ന് നിരന്തരമായി നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, വടകരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പല പരിഗണനകളാണ്. ആ പരിഗണനകൾ ലഭിക്കുന്ന പ്രചാരത്തിനനുസരിച്ച് പലരും മുന്നോട്ട് പോകും. അത് സ്വാഭാവികമാണ്, അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിലേ മാറ്റം എന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവൊന്നും വരുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. സ്ഥാനാർത്ഥി അനിശ്ചിതത്വത്തെ തുടർന്ന് വണ്ടൂരിന് പുറമെ ഏറനാട്ടിലെയും UDF കൺവെൻഷനും മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൺവെൻഷൻ നടന്ന നിലമ്പൂരിലാകട്ടെ സ്ഥാനാർത്ഥിയെ പറയാതെ കൈപ്പത്തി ചിഹ്നത്തെയാണ് പരാമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.